ബിലീവേഴ്സ് സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പയാണ് ബിലീവേഴ്സ് സഭയുടെ പുതിയ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവല്ലയിലെ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടന്ന സഭാ സിനഡിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. പുതിയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ജൂൺ 22 രാവിലെ 8 മണിക്ക് തിരുവല്ലയിലെ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടക്കുമെന്ന് സഭാധികാരികൾ അറിയിച്ചു. ദൈവത്തിന്റെ ഹിതപ്രകാരം സഭയെ നയിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിയുക്ത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ബിലീവേഴ്സ് സഭയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന KP യോഹന്നാൻ മെത്രാപ്പോലിത്തയുടെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ അഭിവന്യ മൊറാൻ മോർ അഥനേഷ്യസ് പ്രഥമൻ മെത്രാപ്പോലിത്തയ്ക്ക് 2024 മെയ് മാസം 7 നടന്ന നിർഭാഗ്യകരമായ ഒരു അപകടത്തിൽ പരിക്കേൽക്കുകയും മെയ് 8 ഈ ലോകത്തോടും സഭയോടും വിട പറയുകയും ഉണ്ടായി. വളരെ ആകസ്മികവും വേദനാജനകവുമായ അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസിന്റെ വേർപാടിനെ തുടർന്ന് പരിശുദ്ധ സഭയുടെ ആർച്ച് ബിഷപ്പ്മാർ മെയ് മാസം 9 ഒത്തുചേരുകയും സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസിന്റെ അന്ത്യ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും താത്കാലിക മെത്രാപ്പോലിത്തയായി ചെന്നൈ അതിഭദ്രാസനത്തിന്റെ അധിപൻ ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയെ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസിന്റെ ഭൗതിക ശരീരം 2024 മെയ് 19 കൊച്ചിയിൽ എത്തിച്ചേരുകയും വിലാപയാത്രയായി 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സഭാസ്ഥാനത്ത് എത്തുകയും മെയ് 20 പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി, കേരള മുഖ്യമന്ത്രി, ഗവർണർമാർ തുടങ്ങിയവർ അനുശോചന അറിയിച്ചു. കേരള, ഗോവ ഗവർണർമാർ നേരിട്ടെത്തി അനുശോചനം അറിയിച്ചു. കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയുടെ പ്രതിനിധികളും ഇതര മത അധ്യക്ഷന്മാരും മറ്റും പ്രമുഖ വ്യക്തികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മെയ് 21 സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോട് അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ കബറടക്കം ശുശ്രൂഷകൾ നടത്തി. മെയ് 22 പരിശുദ്ധ സിനഡ് ചേരുകയും അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ 40ാം ഓർമ്മ പെരുന്നാൾ ദിവസമായ ജൂൺ 16 ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, പരിശുദ്ധ സഭയെ നയിക്കുവാനും പുതിയ മെത്രാപ്പോലിത്തയുടെ തെരഞ്ഞെടുപ്പ് ജൂൺ 17 രാവിലെ 10 മണിക്ക് നടത്തുവാനും തീരുമാനിച്ചു. മേൽപ്പറഞ്ഞ ക്രമീകരണങ്ങൾക്കായി പരിശുദ്ധ സിനഡ് അംഗങ്ങൾ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും ക്രമീകരണങ്ങൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട് ജൂൺ മാസം 14 സഭാ ആസ്ഥാനത്ത് എത്തിച്ചേരുവാൻ നിർദ്ദേശം നൽകി കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്രകാരം ഇന്ന് ജൂൺ മാസം 17 സഭാസ്ഥാനത്ത് രാവിലെ 10 മണിക്ക് പരിശുദ്ധ സിനഡ് ഹിസ് ഗ്രേസ് ഡാനിയൽ മോർ തിമോത്തിയോസ് തിരുമേനി പ്രാർത്ഥിച്ച് ആരംഭിച്ചു. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലും സഭയുടെ പരിശുദ്ധ സിനഡ് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും കൂടാതെ ഒറ്റ സ്വരത്തിൽ ഒരേ മനസ്സോടെ എടുത്ത തീരുമാനങ്ങൾ ഇവിടെ അറിയിക്കുന്നു. സഭയുടെ ഭദ്രാസനങ്ങൾ 11 അതിഭദ്രാസനത്തിന്റെ കീഴിലായി പ്രവർത്തികൾ എപ്പിസ്കോപ്പൽ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറയുന്ന ഡയസസിന്റെ പേര് ഞാനിപ്പോൾ പറയാം. ട്രിവാൻഡ്രം ആർച്ച് ഡയസസ്, ചെന്നൈ ആർച്ച് ഡയസസ്, മുംബൈ ആർച്ച് ഡയസസ്, ഡൽഹി ആർച്ച് ഡയസസ്, കൊൽക്കത്ത ആർച്ച് ഡയസസ്, ജോർഹാട്ട് ആർച്ച് ഡയസസ്, കൊളംബോ ആർച്ച് ഡയസസ്,
Kigali Archdiocese, Kathmandu Archdiocese, Dhaka Archdiocese, and North America Archdiocese. 2. സഭ ആസ്ഥാനത്തുള്ള ബിലീവേഴ്സ് കൺവെൻഷൻ സെന്റർ അഭിവന്യ തിരുമേനിയുടെ ഓർമ്മയ്ക്കായി മോർ അത്തനേഷ്യസ് യോഹാൻ മെമ്മോറിയൽ കൺവെൻഷൻ സെന്റർ എന്ന് നാമകരണം ചെയ്തു. 3. സഭയുടെ ഹോളി സെനറ്റ് സെക്രട്ടറിയായി ഹിസ് ഗ്രേസ് ജോഷുവ മോർ ബർണബാസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ മെത്രാപ്പോലിത്തയുടെ സ്ഥാനത്തേക്ക് ചടങ്ങുകൾ ജൂൺ 22 രാവിലെ 8 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചു. സഭയുടെ 5ാമത്തെ പോയിന്റാണ്, സഭയുടെ പുതിയ മെത്രാപ്പോലിത്തയായി ഇപ്പോൾ ചെന്നൈ ആർച്ച് ഡയസിസ് അതിഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഹിസ് ഗ്രേസ് സാമുവൽ മോർ തിയോഫിലസ് എപ്പിസ്കോപ്പായ തിരുമേനിയെ ഏകകണ്ഠ്യമായി അടുത്ത മെട്രോപൊളിറ്റനായി തെരഞ്ഞെടുത്തു. താങ്ക് യു.